നാളെ ഉമ്മ വിളിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോമ്പിൻ്റെ കാര്യം ഓർത്തെടുത്തത്. പിന്നെ അത്താഴത്തിന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനോ ഇതാക്കാനോ ഒന്നും ഉണ്ടാവില്ല. സുന്നത്ത് നോമ്പാണല്ലോ. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഫ്രൂട്ട്സ് കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഇത് പിന്നെ പിറ്റേ ദിവസമായി. പിറ്റേന്ന് ഞാൻ ഒരു 4:45 ആകുമ്പോൾ തന്നെ എണീച്ചു കേട്ടോ. അധികം നാളായി 4:45 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയമൊക്കെ കണ്ടിട്ട്. സോ തട്ടിക്കുട്ടിയാണെങ്കിലും ഞാൻ ഒരു ചായയൊക്കെ സെറ്റാക്കി എടുത്തു. രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ ഒറ്റക്കാക്കിയാലേ പറ്റുള്ളൂ. സോ അങ്ങനെ എണീറ്റു. പിന്നെ ഒരു റസ്ക്കൊക്കെ കൂട്ടി അത്താഴം അങ്ങ് കഴിച്ചു കൂട്ടി. സോ ഇങ്ങനെ അത്താഴം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഞാൻ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്തെടുത്തത്. വീട്ടിലൊക്കെ ആകുമ്പോൾ ഉമ്മ ഞങ്ങളൊക്കെ എണീക്കുന്നതിന് മുമ്പേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ ആ സമയമാകുമ്പോൾ വിളിക്കുമായിരുന്നു. അത് വന്ന് കഴിച്ച് നിസ്കരിച്ച് കിടന്നുറങ്ങേണ്ട പണിയേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ജീവിതം പഠിക്കാമെന്നൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ഇതായിരിക്കും അറിയത്തില്ല. സോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു. എൻ്റെ കൂടെയുള്ള ആദിവാസികളല്ല കേട്ടോ, ആദിവാസികൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ നാട്ടിൽ പോയിട്ട് വരുന്നേ ഉണ്ടായിരുന്നു. സോ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ പിന്നെ നിസ്കാരത്തിന് വേണ്ടി പ്രിപ്പയറായി. സോ അതൊക്കെ കഴിഞ്ഞു. ഹോസ്റ്റലിൽ എത്തിയിട്ട് ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഇന്നത്തേത്. സോ ഇതിൻ്റെ നോമ്പൂറ് വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം കേട്ടോ.